ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഇളനീർ കസ്റ്റാർഡ് മിക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു കിഡിലായിട്ടാണ്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്. നമ്മുടെ ദാഹവും ക്ഷീണവും ഒക്കെ ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു കിഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇളനീരൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. സൂപ്പറാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് വേണം. അപ്പോൾ ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരും. ഒരു 5-10 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഇളനീരിൻ്റെ വെള്ളവും പിന്നെ ഒരു ഇളനീരും അങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു തേങ്ങയും അതിൻ്റെ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. നല്ല ജ്യൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകളും നട്ട്സുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് അനാറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം കറുത്ത മുന്തിരി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. പിന്നെ വളരെ കുറച്ച് കസ്കസ് ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗ്ലാസ്സുകളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇളനീർ കസ്റ്റാർഡിൻ്റെ മിക്സാണ് കേട്ടത്. അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് അനാറ് കൂടി അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.